കൊല്ലത്ത് 66 ചാക്ക് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ മുൻ ഡിവൈഎഫ്ഐ നേതാവ് ദീപു പിടിയിൽ. കേസിൽ പ്രധാന പ്രതിയായ ദീപു നേരത്തെയും സമാന കേസുകളിൽ പ്രതിയാണ്. പാർട്ടി സ്വാധീനത്തിൽ പോലീസ് ഇയാളെ സഹായിച്ചിരുന്നതായും ആരോപണമുണ്ട്. മുൻപ് കേസുമായി ബന്ധപ്പെട്ട് പോലീസുമായുണ്ടായ തർക്കത്തെ തുടർന്ന് ഹരിലാൽ എന്ന യുവാവ് ആത്മഹത്യ ചെയ്തതിലും ദുരൂഹതകൾ ഏറെയാണ്. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, ഈ കൊല്ലത്ത് ലഹരി സംഘവും ഡിവൈഎഫ്ഐയും CPM-ഉം തമ്മിലുള്ള ഒരു ബന്ധമൊക്കെയാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ഈ പിടിയിലായ ദീപുവിനുള്ള ഈ ലഹരി മാഫിയയുമായുള്ള ബന്ധം എങ്ങനെയാണ്? നീലിമ, ഈ സ്കൂൾ കോളേജ് പരിസരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ നിരോധിത ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തി വന്നിരുന്നത്. ഈ വഞ്ചിക്കോവിൽ സ്വദേശിയായിട്ടുള്ള ആദർശിൻ്റെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡാൻസ് ഓഫ് ടീമും അതോടൊപ്പം തന്നെ ഇരവിപുരം പോലീസും ചേർന്ന് പരിശോധന നടത്തിയപ്പോൾ 66 ചാക്ക് ഈ നിരോധിത ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. ആദർശിനെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം തന്നെ ഈ ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ എത്തിച്ചിരുന്നത് ഡിവൈഎഫ്ഐ നേതാവായിരുന്ന മുൻപ് പാർട്ടിയിൽ സജീവമായിരുന്നു ദീപു എന്ന് പറയുന്ന യുവാവാണ്. ഈ യുവാവിനെ കുറിച്ച് പോലീസ് അന്വേഷിച്ച് വരികയായിരുന്നു. ഇയാൾ ഒളിവിലായിരുന്നു. തുടർന്നാണ് ദീപുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ ദീപുവിൻ്റെ നേതൃത്വത്തിൽ നേരത്തെയും ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്നതും പോലീസ് പിടികൂടിയിട്ടുണ്ട്. അതായത് മുൻപ് ദീപു വാടകയ്ക്കെടുത്തിരുന്ന കടയിൽ നിന്നടക്കം ചാക്ക് കണക്കിന് ഈ നിരോധിത ലഹരി വസ്തുക്കൾ ഈ ഡാൻസ് ഓഫ് ടീം അടക്കം കണ്ടെത്തിയിരുന്നു. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ആദർശും അതോടൊപ്പം തന്നെ ദീപുവുമാണ്. ദീപു പാർട്ടി സ്വാധീനത്തിൽ ഇത്തരത്തിൽ പോലീസിനെ അടക്കം ഭീഷണിപ്പെടുത്തി മുൻപുള്ള കേസുകളിലൊക്കെ ജാമ്യം തേടിയിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ പോലീസ് ദീപുവിനെ സംരക്ഷിച്ചു പോന്നിരുന്നതായും ആരോപണമുണ്ട്. അതായത് മുൻപ് ഇത്തരത്തിലൊരു സമാന കേസുണ്ടായ സമയത്ത് ഈ ഹരിലാൽ എന്ന് പറയുന്ന ഒരു യുവാവുമായി അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒരു തർക്കത്തിലേർപ്പെട്ടിരുന്നു. അത്തരത്തിൽ അതിന് പിന്നാലെ ഹരിലാലിന് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള മർദ്ദനമേറ്റതായും ആരോപണമുണ്ട്. എന്തായാലും ഹരിലാൽ ആ ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്തിരുന്നു. ഈ ഹരിലാലിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഏറെ ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നു. ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ദീപു പോലീസിനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും വിവരമുണ്ട്. അതായത് ഈ ഹരിലാലിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം ഉണ്ട് എന്നുള്ളതാണ് ഉയർന്നിരുന്ന ആരോപണം. അത്തരത്തിലൊരു പ്രതിഷേധം കൂടെ ഈ ഹരിലാലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു എന്നുള്ളതാണ്. അതായത് ഈ നിരോധിത ലഹരി പദാർത്ഥങ്ങൾ ചാക്കുകണക്കിന് എത്തിച്ചുകൊണ്ട് വിൽപ്പന നടത്തി വന്നിരുന്നു. എന്തായാലും പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. അതിന് പിന്നാലെ ഇപ്പോൾ ഡിവൈഎഫ്ഐ മുൻ നേതാവായിരുന്ന ദീപു കൂടെ അറസ്റ്റിലായിട്ടുണ്ട്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസിനെതിരെ വലിയ ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. അത് പാർട്ടി സ്വാധീനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിരുന്നത്. അതായത് ഒരു കേസിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും ഊരി പുറത്തു വരുവാൻ വേണ്ടിയുള്ള ഒരു സൗകര്യമുണ്ടായിരുന്നു ദീപുവിന് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇയാൾ ആവർത്തിച്ചു കൊണ്ടിരുന്നത്. എന്തായാലും ഈ അവസാനമായി ദീപു ഇപ്പോൾ ഈ ആദർശിൻ്റെ വീട്ടിൽ നിന്ന് പിടികൂടിയ ലഹരി ഉൽപ്പന്നങ്ങളുടെ ഈ കേസിലാണ് അറസ്റ്റിലായിട്ടുള്ളത്.